കീഴെ പോകുന്ന ബുദ്ധിമുട്ടാവാൻ ചൊല്ലി ആ സമയത്ത് ഇവിടെയുള്ള നമ്മൾ കൂപ്പി നോക്കി വന്നു. അപ്പം ഞങ്ങൾ എന്നെ പറഞ്ഞ അർജുനും കിട്ടിയില്ലേ, പിന്നെ ഇവിടെ രണ്ടുപേര് കിട്ടില്ല. അവർ വീട്ടിൽ എത്ര കരയനുണ്ട്, അമ്മ കൊണ്ടാട്ടി എല്ലാവരും കുട്ടികളല്ല. അതൊന്ന് നോക്കിയിട്ട് ഞങ്ങൾ ഇവിടെ ലെറ്റർ എടുത്തിട്ട് കീഴെ പോകുന്നത് എല്ലാം ഞങ്ങൾ എന്ന് ചൊല്ലിയിട്ട് കീഴെ പോയി. സ്വന്തം റിസ്കിൽ ഞങ്ങൾ പോയി. എന്നെ പറഞ്ഞ കീഴെ 3 പേരുണ്ട്, എവിടെ ഉണ്ടെന്ന് തെരിയില്ല. അതിനോട്ട് ഞങ്ങൾ വന്നു. ഏറ്റവും ഈ അടുത്ത കാലത്ത് പോയിട്ടുള്ള ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു ഇത്. ഒത്തിരി ചലഞ്ച്. നമ്മളൊരു ഈ കർണാടകത്തിൽ ഒരു 1000 ബോഡി എടുത്തിട്ടുണ്ട് എല്ലാത്തിൽ. ഇവിടെ വന്ന് ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടായി. എന്ന് പറഞ്ഞാൽ വെള്ളം ഭയങ്കര സ്പീഡിലായിരുന്നു. പിന്നെ തണ്ണി ഒരുപാട് കളുക്കായിരുന്നു, കാണാൻ വയ്യക്കില്ല. അതിന് ഒരുപാട് ബുദ്ധിമുട്ടായി. ഇപ്പം തണ്ണി ചൊല്ലിട്ടുണ്ട് 2 നാൾ വിട്ടിട്ട് ക്ലീനായ പിന്നെ നിങ്ങൾ ഇറങ്ങാൻ ചൊല്ലി. അപ്പോൾ ഞങ്ങൾ വന്ന് പിന്നെ കേരളക്കാർ വന്ന് പിന്നെ ഡേ ചെയ്തു. അതായത് ഈശ്വർ മാൽപ്പയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അതായത് പരമാവധി ഈ വിഷയത്തിൽ ഇവിടെ ഈ രക്ഷാദൗത്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ പല പ്രതിസന്ധികൾ ഈ വിഷയത്തിൽ വന്നു. നോക്കണം, ഒരു കാര്യം, ഈ നാവികസേനാ ഉദ്യോഗസ്ഥർ പോലും ഇറങ്ങാൻ മടിച്ചയിടത്താണ് ഈശ്വർ മാൽപ്പെ ചങ്കുറപ്പ് കൊണ്ട് പുഴയിലേക്ക് ഇറങ്ങിയത്. 8-10 തവണ അദ്ദേഹം പുഴയിലെ ഒഴുക്കിനെ ഭേദിച്ചുകൊണ്ട് താഴേക്ക് പോയി. പക്ഷേ താഴെ നിർഭാഗ്യരെന്ന് പറയട്ടെ, ഒന്നും കണ്ടെത്താനായില്ല. കല്ലും അറക്കഷ്ണങ്ങളും ആൽമരവുമൊക്കെ അവിടെ തടസ്സം സൃഷ്ടിച്ചിരുന്നു. പലപ്പോഴും ഈ മരത്തിൻ്റെ ഇടയിൽ കുടുങ്ങിയൊക്കെ അദ്ദേഹത്തിന് കുടുങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. തുടർന്നാണ് അദ്ദേഹം ആങ്കർ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും വെടിയിച്ച് പുറത്തേക്ക് വന്നത്. അല്ലാതെ കെ ബി ശ്രീധരനാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.